കൂട്ടിക്കൊടുക്കുന്നു, മൂർച്ച കൂട്ടിക്കൊടുക്കുന്നു. ഒന്നും കെട്ടുപോകുന്ന, ഒന്നും തണുത്തുപോകുന്ന, നിലച്ചു പോകുന്ന ഒരു സെക്കൻഡ് പോലും നരകത്തിലില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയാനക ലോകമാണ് നരകമെന്ന് പറയുന്നത്. ആ നരകത്തിന്റെ ശിക്ഷയെ പറ്റിയിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്ന ഈ ആയത്തുകളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാര്, മഹാന്മാരായ ആളുകൾ വിശദീകരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നരകത്തിൽ ഒരാൾ പ്രവേശിപ്പിച്ചിട്ട് അയാൾ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി മാറിയാൽ യുബദ്ദലൂന ജുലൂദൻ ബൈളാ, പിന്നെ നല്ല വെളുവെളുത്ത ശരീരം അല്ലാഹു പകരം കൊടുക്കും. സുഖിക്കാനല്ല സഹോദരങ്ങളെ പകരം കൊടുക്കുന്നത്. പിന്നെന്തിനാ? ശിക്ഷ ഒന്നുകൂടി മൂർച്ചയിൽ കൊടുക്കാനാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ ആയത്തൊരാൾ വന്ന് ഓതിയ ആളോട് പറഞ്ഞു, പിന്നെയും ഓതണം. സുബ്ഹാനല്ലാഹ്. ഒരുപാട് തവണ ഓതിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അതിന്റെ തഫ്സീർ അറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ തഫ്സീർ അറിയും. ശിക്ഷ കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ യുബദ്ദലു ഫീ സഅത്തിൻ മിഅത മറ, ഒരൊറ്റ മണിക്കൂറിൽ 100 തവണ ശരീരത്തിന്റെ പ്രകൃതി ചേഞ്ച് ചെയ്തു കൊടുക്കും. ഒരു മണിക്കൂറിൽ ഒരാളെ ബോഡി മാറ്റി കൊടുക്കാണ് സഹോദരങ്ങളെ. 100 തവണ ചേഞ്ചാക്കി കൊടുക്കുകയാണ്. ഒരു ശരീരം കത്തിയമർന്നാൽ അതുകൊണ്ട് തീരൂല, പിന്നെയും മാറ്റം കൊടുക്കാണ്. അങ്ങനെ ഒരു മണിക്കൂറിൽ 100 തവണ മാറ്റിക്കൊടുക്കുമെന്നാണ് പറയുന്നത്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയല്ല. തഅകുലുഹുമുൻ നാറു കുല്ല യൗമിൻ 70000 മറ. പരലോകത്തെ ദിവസം ദുനിയാവിലെ ദിവസം പോലെയല്ലല്ലോ, ദൈർഘ്യമുള്ള ദിവസമല്ലേ. ഒരൊറ്റ ദിവസത്തിൽ 70,000 തവണ നരകം അവരെ കാർന്നു തിന്നും. കുല്ലമാ അകലതുഹും, തിന്നു തീരുമ്പോഴൊക്കെ ഖീലലഹും, അവരോട് ഒരു ആജ്ഞ വരും, റുദു, നിങ്ങൾ പഴയതുപോലെ വീണ്ടും മടങ്ങി വരണം. പിന്നെയും ആ ശരീരം മടങ്ങി വരും, പിന്നെയും നരകം അങ്ങനെ തിന്നുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ശിക്ഷയാണ്. ദുനിയാവിൽ രൂപപ്പെടുത്താൻ കഴിയാത്ത ശിക്ഷയാണ് നരകത്തിലെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാന